നിങ്ങളുടെ ജീവിതം മാറ്റാൻ 24 മണിക്കൂറോ 15 മണിക്കൂറോ 5 മണിക്കൂറോ അല്ല, 1 മണിക്കൂർ മതി. അതെ, അത് ശരിയാണ്, 1 മണിക്കൂർ മാത്രം മതി. ഇന്ന് നിങ്ങൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്തും അനാവശ്യമായി ചിന്തിച്ചും അല്ലെങ്കിൽ നാളത്തേക്ക് കാര്യങ്ങൾ മാറ്റിവെച്ചും പാഴാക്കുന്ന അതേ മണിക്കൂർ, ആ 1 മണിക്കൂർ ശരിയായ ദിശയിൽ ഉപയോഗിച്ചാൽ ഇന്ന് നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നിടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. സത്യസന്ധമായി സ്വയം ചോദിക്കുക, നിങ്ങൾക്ക് ശരിക്കും സമയമില്ലേ? അതോ നിങ്ങളത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ലേ? കാരണം സത്യം, ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകൾക്ക് നിങ്ങൾ ചെയ്യുന്ന അതേ 24 മണിക്കൂർ ഉണ്ടായിരുന്നു. ഒരേ ഒരു വ്യത്യാസം, അവർ അവരുടെ സ്വപ്നങ്ങൾക്കായി ഒരു ദിവസം 1 മണിക്കൂർ നീക്കിവെച്ചു എന്നതാണ്. കൂടാതെ ഒരു ദിവസം 1 മണിക്കൂർ മതി എന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്. വലിയ വിജയം പെട്ടെന്ന് വരുന്നതല്ല, മറിച്ച് ചെറിയ ദൈനംദിന തീരുമാനങ്ങളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. ഇന്ന് നിങ്ങൾ വീഡിയോ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്താരീതി മാറുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. സമയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുത്താൻ നിങ്ങൾ സ്വയം പൂർണ്ണമായും തകർക്കേണ്ടതില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും. എല്ലാ ദിവസവും നിങ്ങൾക്കായി 1 മണിക്കൂർ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. എന്നാൽ എല്ലാം എളുപ്പമാകുന്ന ഒരു മാന്ത്രിക കഥയല്ല ഇതെന്ന് ഓർമ്മിക്കുക. മറിച്ച് നിങ്ങൾ എല്ലാ ദിവസവും എന്ത് തെറ്റുകൾ വരുത്തുന്നുവെന്നും അവ എങ്ങനെ തിരുത്താമെന്നും കാണിക്കുന്ന ഒരു കണ്ണാടിയാണിത്. അതിനാൽ ഇപ്പോൾ വീഡിയോ ഉപേക്ഷിക്കരുത്. കാരണം തുടർന്നുള്ള ഓരോ വിഭാഗവും നിങ്ങളെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളത് ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ വ്യക്തിയായിരിക്കില്ല. അതെ, നിങ്ങളെ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കുകയും മുന്നോട്ട് പോകാൻ ഒരു കാരണം നൽകുകയും ചെയ്യുന്ന ഉള്ളടക്കം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഇതുപോലുള്ള കൂടുതൽ പോസിറ്റീവ് വീഡിയോകൾ ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ആ 1 മണിക്കൂറിന്റെ ശക്തി മനസ്സിലാക്കാൻ തുടങ്ങാം. അധ്യായം 1: 1 മണിക്കൂറിന്റെ യഥാർത്ഥ ശക്തി. മികച്ച വിജയം നേടുന്നതിന് ധാരാളം സമയം, ഒരു ദിവസത്തെ കഠിനാധ്വാനം അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ ആവശ്യമാണെന്ന് മിക്ക ആളുകളും കരുതുന്നു. എന്നാൽ സത്യം തികച്ചും വ്യത്യസ്തമാണ്. ആദ്യ അധ്യായം നമ്മെ ഞെട്ടിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ 1 ദിവസം മുഴുവൻ ആവശ്യമില്ലെന്നും 1 ദിവസം 1 മണിക്കൂർ മാത്രം മതിയെന്നും വെളിപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങൾക്ക് സമയമുണ്ടോ ഇല്ലയോ എന്നതല്ല ചോദ്യം, നിങ്ങൾ ആ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നതാണ് യഥാർത്ഥ ചോദ്യം. നമ്മളിൽ മിക്കവരും രാവിലെ ഉണരുമ്പോൾ തന്നെ മൊബൈൽ ഫോണുകൾ എടുക്കുന്നു. ദിവസം എങ്ങനെ കടന്നുപോകുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. തുടർന്ന് നാളെ എല്ലാം മാറുമെന്ന് കരുതി ഉറങ്ങാൻ പോകുന്നു. പക്ഷേ നാളെ ഒരിക്കലും വരില്ല. നമ്മൾ സ്വയം ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണിത്. കാരണം സമയം എല്ലാ ദിവസവും നമ്മിലേക്ക് വരുന്നു, പക്ഷേ നമ്മൾ അത് പിടിച്ചെടുക്കുന്നതിൽ പരാജയപ്പെടുന്നു. 1 മണിക്കൂർ ഒരു നീണ്ട സമയമല്ല. എന്നാൽ ആ 1 മണിക്കൂർ ശരിയായ ദിശയിൽ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനം അതിശയകരമാണ്. 1 മണിക്കൂറിന്റെ ശക്തി അതിൻ്റെ അളവിലല്ല, മറിച്ച് അതിൻ്റെ സ്ഥിരതയിലാണെന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. നിങ്ങൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ ഒരു ലക്ഷ്യത്തിനായി നീക്കിവെച്ചാൽ അത് 1 മാസത്തിൽ 30 മണിക്കൂറും 1 വർഷത്തിൽ 365 മണിക്കൂറും ആകാം. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ അതേ മണിക്കൂറുകൾ നിങ്ങളെ പെട്ടെന്ന് ആളുകൾ നിങ്ങളെ വിജയകരമെന്ന് വിളിക്കാൻ തുടങ്ങുന്ന ഒരു തലത്തിലേക്ക് ഉയർത്തും. വാസ്തവത്തിൽ വിജയം പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, മറിച്ച് ദിവസേനയുള്ള 1 മണിക്കൂർ സമർപ്പണത്തിലൂടെയാണ് നേടുന്നത്. ഒരു നിർണായക കാര്യം ഊന്നി പറയുന്നു: 1 മണിക്കൂർ എന്നാൽ ജോലി ചെയ്യുക മാത്രമല്ല, ആ 1 മണിക്കൂറിനുള്ളിൽ പൂർണ്ണ സാന്നിധ്യമായിരിക്കുക എന്നാണ്. മൊബൈൽ ഫോൺ വേണ്ട, ഒഴികഴിവുകളില്ല, ഭയവുമില്ല. കാരണം പകുതി മനസ്സോടെയുള്ള സമയം ഒരിക്കലും പൂർണ്ണ ശക്തിയാകില്ല. പ്രചോദനം ആദ്യം വരുമെന്ന് ആളുകൾ പലപ്പോഴും കരുതുന്നുവെന്നും പിന്നീട് അവർ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്നും ഈ അധ്യായം വിശദീകരിക്കുന്നു. എന്നാൽ സത്യം, പ്രചോദനം പ്രവൃത്തിയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും 1 മണിക്കൂർ സ്വയം വാഗ്ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം ക്രമേണ വളരുന്നു. ആ ആത്മവിശ്വാസം നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള ധൈര്യം നൽകുന്നു. 1 മണിക്കൂർ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഒഴികഴിവുകൾ തിരിച്ചറിയുക എന്നതാണ് ബുദ്ധിമുട്ടുള്ളത്. കാരണം നമുക്ക് സമയമില്ലെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്.
സത്യം, നമ്മൾ സമയത്തിന് മുൻഗണന നൽകുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിന് മുൻഗണന നൽകുന്നതുവരെ അതൊരു സ്വപ്നമായി തുടരും. ഈ അധ്യായത്തിന്റെ അവസാനം ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതം മാറുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ എല്ലാ ദിവസവും ആ 1 മണിക്കൂർ തെറ്റായ സ്ഥലത്ത് ചെലവഴിക്കുന്നുണ്ടാകാം എന്നുള്ളതാണ്. തുടർന്നുള്ള അധ്യായങ്ങളിൽ ആ 1 മണിക്കൂർ എങ്ങനെ കണ്ടെത്താം, അതെങ്ങനെ ലാഭിക്കാം, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയാക്കാം എന്ന് നമ്മൾ വിശദീകരിക്കും. അധ്യായം 2, സമയത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ഈ അധ്യായത്തിൽ വർഷങ്ങളായി നമ്മൾ വിശ്വസിച്ചു വരുന്ന ഒരു ചിന്തയെയാണ് ആദ്യം അഭിസംബോധന ചെയ്യുന്നത്. നമുക്ക് സമയമില്ല. സമയക്കുറവല്ല യഥാർത്ഥ പ്രശ്നമെന്ന് പറയട്ടെ, മറിച്ച് സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നമുക്കെല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. എന്നാൽ ചിലർ ആ 24 മണിക്കൂർ കൊണ്ട് ജീവിതം നയിക്കുന്നു. മറ്റുള്ളവർ ആ മണിക്കൂറുകളിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുന്നു. ആരാണ് അവരുടെ സമയത്തിന്റെ യജമാനൻ, ആരാണ് സമയത്തിന്റെ അടിമയായി മാറിയത് എന്നതാണ് വ്യത്യാസം. സമയം ലാഭിക്കാൻ നമ്മൾ കഠിനമായി ശ്രമിക്കുന്നു, പക്ഷേ അതെങ്ങനെ വിവേകപൂർവം ഉപയോഗിക്കണമെന്ന് ഒരിക്കലും പഠിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ മണിക്കൂറുകൾ സ്ക്രോൾ ചെയ്ത് നമുക്ക് സ്വയം സമയമില്ലെന്ന് പറയുന്നു. ഇവിടെ ഒരു കഠിനമായ സത്യം വെളിപ്പെടുത്തട്ടെ. സമയം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നില്ല. പകരം നമ്മൾ അത് പതുക്കെ ചെറിയതും ഉപയോഗശൂന്യവുമായ കാര്യങ്ങളിൽ പാഴാക്കുന്നു. ദിവസം അവസാനിക്കുമ്പോൾ അപ്പോഴാണ് ഇന്ന് നമ്മൾ കാര്യമായ ഒന്നും നേടിയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സമയം എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുന്നതിനാൽ സമയം കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നും ഈ അധ്യായം വിശദീകരിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ സ്വയം കൈകാര്യം ചെയ്യണം. നിങ്ങളുടെ തീരുമാനങ്ങൾ, ശീലങ്ങൾ, മുൻഗണനകൾ എന്നിവ നിങ്ങൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഒരു ടൈം ടേബിളോ പ്ലാനറോ സഹായിക്കില്ല. ഒരു വ്യക്തി ഒരു ജോലിയിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുമ്പോൾ അതേ ജോലി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാകും. എന്നിരുന്നാലും ശ്രദ്ധ വ്യതിചലിക്കുമ്പോൾ മണിക്കൂറുകൾ എടുക്കും. ഇതിനർത്ഥം പ്രശ്നം സമയമല്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ശരിയായ സമയം വരുമ്പോൾ നമ്മൾ ആരംഭിക്കുമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടെന്ന് ഈ അധ്യായത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ സത്യം, ശരിയായ സമയം ഒരിക്കലും വരില്ല എന്നതാണ്. ശരിയായ സമയം ഇന്ന് ആരംഭിക്കുമ്പോഴാണ്. കാരണം ഓരോ നീട്ടിവെക്കലും നിങ്ങളുടെ ലക്ഷ്യത്തെ കൂടുതൽ അകറ്റുന്നു. അധ്യായത്തിന്റെ അവസാനം നിങ്ങളുടെ ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം സമയവുമായുള്ള നിങ്ങളുടെ ബന്ധം മാറ്റണം. സമയത്തെ ശത്രുവല്ല, സഖ്യകക്ഷിയാക്കണം. ഈ മാറ്റം തുടർന്നുള്ള അധ്യായങ്ങളിൽ നിങ്ങൾക്ക് നിലവിലില്ലെന്ന് തോന്നുന്ന ഒരു മണിക്കൂർ കണ്ടെത്താനും ഉപയോഗിക്കാനും നിങ്ങളെ പ്രാപ്തരാക്കും. അധ്യായം 3, 1 മണിക്കൂറിനുള്ള ഫോക്കസ് ഫോർമുല. ഈ അധ്യായത്തിൽ മിക്ക ആളുകളും ഒരിക്കലും പഠിക്കാത്ത ഒരു രഹസ്യം വെളിപ്പെട്ടെ. 1 മണിക്കൂറിന്റെ യഥാർത്ഥ ശക്തി ജോലിയുടെ അളവിലല്ല, മറിച്ച് ശ്രദ്ധയുടെ ആഴത്തിലാണ്. നമ്മൾ പലപ്പോഴും കൂടുതൽ സമയം ജോലി ചെയ്താൽ നമ്മൾ കൂടുതൽ പുരോഗമിക്കുമെന്ന് അനുമാനിക്കുന്നു. എന്നാൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ഒരൊറ്റ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുന്ന ആ 1 മണിക്കൂർ താരതമ്യപ്പെടുത്തുമ്പോൾ 5 ചിതറിയ മണിക്കൂറുകൾ പോലും മങ്ങിയതാണ്. നമ്മുടെ മസ്തിഷ്കം ഒരു സമയം ഒരാഴത്തിലുള്ള ജോലിക്കായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരേ സമയം വളരെയധികം ജോലികൾ ഉപയോഗിച്ച് ഞങ്ങളത് ഓവർലോഡ് ചെയ്യുകയും പിന്നീട് നമുക്ക് എന്തുകൊണ്ട് ഫലങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എല്ലാ ദിവസവും ഒരു നിശ്ചിത മണിക്കൂർ സജ്ജമാക്കുകയും തടസ്സമില്ലാതെ ഒരു ജോലിയിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം ക്രമേണ ആ സമയം തിരിച്ചറിയാൻ തുടങ്ങുമെന്നും ആ മണിക്കൂർ വന്നയുടനെ നിങ്ങളുടെ മനസ്സ് യാന്ത്രികമായി ഫോക്കസ് മോഡിലേക്ക് പോകുമെന്നും അറിയുക. ആ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും അറിയിപ്പുകളിൽ നിന്നും പുറം ലോകത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം. ഓരോ ചെറിയ തടസ്സവും നിങ്ങളുടെ ശ്രദ്ധയെ തകർക്കും. അത് വീണ്ടെടുക്കുന്നത് വിലയേറിയ സമയം പാഴാക്കും. ഫോക്കസ് എന്നാൽ ക്ഷീണമെന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് നിങ്ങൾ ആ നിമിഷത്തിൽ എവിടെയാണോ അവിടെ പൂർണ്ണ അവബോധത്തോടെ പ്രവർത്തിക്കുക എന്നാണ് ഇതിനർത്ഥം. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാകുമ്പോൾ മാത്രം 1 മണിക്കൂർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ നിർണായക പ്രാധാന്യവും ഈ അധ്യായം ഊന്നി പറയുന്നു. നിങ്ങൾക്ക് എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ആ മണിക്കൂർ പോലും പാഴാകും. അതിനാൽ ആ മണിക്കൂറിന് മുമ്പ് ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. അധ്യായത്തിന്റെ അവസാനം
നിങ്ങൾ ഈ 1 മണിക്കൂർ ദൈനംദിന ശ്രദ്ധ പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ജോലി മെച്ചപ്പെടുക മാത്രമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസവും വർദ്ധിക്കും. കാരണം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനം നിങ്ങൾ നിറവേറ്റുന്നു. ഈ ശീലം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മാറ്റങ്ങൾക്ക് അടിത്തറയിടുന്നു. അടുത്ത അധ്യായം ഈ ശ്രദ്ധയെ ഒരു ദൈനംദിന ശീലമാക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. അധ്യായം 4, ശീലങ്ങളുടെ ശക്തിയും ഒരു ദിവസത്തിൽ 1 മണിക്കൂറും. ഈ അധ്യായത്തിൽ യഥാർത്ഥ മാറ്റം ഒരു ദിവസത്തെ പരിശ്രമത്തിൽ നിന്നല്ല, മറിച്ച് ദൈനംദിന ശീലങ്ങളിൽ നിന്നാണ്. കാരണം നമ്മൾ ഇടയ്ക്കിടെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മെ നിർവചിക്കുന്നില്ല. നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിലാണ്. 1 മണിക്കൂർ ജീവിതത്തെ മാറ്റുന്നത് അതൊരു ശീലമാകുമ്പോഴാണ്, നിർബന്ധമല്ല, മറിച്ച് അതിൻ്റെ സ്വാഭാവിക ഭാഗമാണ്. നമ്മുടെ മസ്തിഷ്കം പുതിയ ശീലവരച്ചുലുക്കുകയും നമ്മെ വിശ്രമത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്നതിനാൽ തുടക്കത്തിൽ 1 മണിക്കൂർ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങൾ കുറച്ചു ദിവസം തുടർന്നാൽ ആ മണിക്കൂർ ക്രമേണ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായി തീരുന്നു. ഒരു നിർണായക കാര്യം പറയട്ടെ, ശീലങ്ങൾ രൂപപ്പെടുന്നത് ഇച്ഛാശക്തി കൊണ്ടല്ല, മറിച്ച് സിസ്റ്റങ്ങളിലൂടെയാണ്. വ്യത്യസ്ത സമയങ്ങളിൽ എല്ലാ ദിവസവും ആ 1 മണിക്കൂർ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ സ്വയം ക്ഷീണിതരാകും. അതിനാൽ ഒരു നിശ്ചിത സമയം തിരഞ്ഞെടുത്ത് എല്ലാ ദിവസവും ആ സമയത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കാം, നിങ്ങൾക്കത് തോന്നിയാലും ഇല്ലെങ്കിലും. കാരണം ശീലങ്ങൾ മനസ്സിനാൽ രൂപപ്പെടുന്നതാണ്, പതിവ് രീതിയാണ്. നമുക്ക് അഭിനിവേശം തോന്നുമ്പോൾ മാത്രമേ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമെന്ന് നമ്മൾ പലപ്പോഴും കരുതുന്നുണ്ട്. എന്നാൽ സത്യമെന്തെന്നാൽ ദൈനംദിന പരിശീലനത്തിലൂടെ മാത്രമേ അഭിനിവേശം ഉണ്ടാകൂ. നിങ്ങൾ എല്ലാ ദിവസവും ഒഴികഴിവുകളില്ലാതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ക്രമേണ ആ ജോലിയെ പ്രധാനമായി കാണാൻ തുടങ്ങും. ചിലപ്പോൾ 1 മണിക്കൂർ നഷ്ടപ്പെട്ടാൽ കുറ്റബോധം തോന്നരുത്. എന്നാൽ അടുത്ത ദിവസം 2 മണിക്കൂർ ശ്രമിക്കുന്ന തെറ്റ് ചെയ്യരുത്. കാരണം ശീലങ്ങളുടെ ശക്തി സ്ഥിരതയിലാണ്, നഷ്ടപരിഹാരത്തിലല്ല. 1 മണിക്കൂർ ഒരു ശീലമായി മാറുമ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കേണ്ടതില്ല. നിങ്ങൾ യാന്ത്രികമായി ആ പാതയിൽ തുടരുന്നു. ഈ ശീലം ഒടുവിൽ ആളുകൾ നിങ്ങളുടെ വിജയം കണ്ട് നിങ്ങൾ എത്രത്തോളം അച്ചടക്കമുള്ളവരാണെന്ന് അഭിപ്രായപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു. സത്യം, നിങ്ങൾ എല്ലാ ദിവസവും ആ 1 മണിക്കൂർ ഒരിക്കലും ഉപേക്ഷിച്ചില്ല എന്നതാണ്. അടുത്ത അധ്യായം ദീർഘകാലത്തേക്ക് ഈ ശീലം എങ്ങനെ സജീവമായി നിലനിർത്താമെന്ന് നമ്മെ പഠിപ്പിക്കും. അധ്യായം 5, സ്ഥിരതയും പ്രചോദനവും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്ഥിരോത്സാഹമാണെന്ന മിഥ്യാധാരണ പൊളിച്ചെഴുതാം. പക്ഷേ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ആ മിഥ്യാധാരണ പ്രചോദനത്തിനായി കാത്തിരിക്കുകയാണ്. പ്രചോദനം ഒരു വികാരമാണെന്നും വികാരങ്ങൾ ശാശ്വതമല്ലെന്നും ഓർക്കുക. അവ വന്നു പോകുന്നു. എന്നാൽ സ്ഥിരത ഒരു തീരുമാനമാണ്. തീരുമാനങ്ങൾ സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നില്ല. നമുക്ക് സുഖം തോന്നുമ്പോൾ അത് പ്രവർത്തിക്കാൻ എളുപ്പമാണ്. എന്നാൽ നമുക്ക് അങ്ങനെ തോന്നാത്ത ദിവസങ്ങളിൽ നിന്നാണ് യഥാർത്ഥ മാറ്റം വരുന്നത്. എന്നിട്ടും നമ്മൾ ഇപ്പോഴും ആ 1 മണിക്കൂർ ഇരിക്കുന്നു. വിജയിച്ച ഓരോ വ്യക്തിക്കും അവർ നിരാശരാകുന്ന ദിവസങ്ങളുണ്ട്, അവർ ശരിയായ പാതയിലാണോ എന്ന് സംശയിക്കുമ്പോൾ. എന്നാൽ വ്യത്യാസം, ആ ആളുകൾ അത്തരം ദിവസങ്ങളിൽ തീവ്രമായ ഒരു ദിവസം നിങ്ങൾക്ക് എങ്ങനെ നല്ല അനുഭവം നൽകും? സ്ഥിരത എന്നാൽ പൂർണ്ണതയുള്ളവനായിരിക്കുക എന്നല്ല, മറിച്ച് സന്നിഹിതനായിരിക്കുക എന്നാണ്. വേഗത മന്ദഗതിയിലാണെങ്കിലും എല്ലാ ദിവസവും അല്പം മുന്നോട്ട് നീങ്ങുക. കാരണം സ്തംഭനാവസ്ഥയാണ് യഥാർത്ഥ പരാജയം. ഈ അധ്യായത്തിന്റെ അവസാനം സ്ഥിരതയെ പ്രചോദനമല്ല, മറിച്ച് നിങ്ങളുടെ ശക്തിയാക്കുമ്പോൾ 1 മണിക്കൂർ ഒരു ഭാരമായി മാറുകയും നിങ്ങളുടെ ഐഡന്റിറ്റിയായി മാറുകയും ചെയ്യും. ഈ ഐഡന്റിറ്റി ആത്യന്തികമായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ദിശയിലേക്ക് നയിക്കുന്നു. കാലക്രമേണ ഈ സ്ഥിരത എങ്ങനെ വലിയ ഫലങ്ങളിലേക്ക് വിവർത്തനം ചെയ്യുന്നുവെന്ന് നോക്കാം. 6-ാം അധ്യായം, കാലക്രമേണ യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നു. ഈ അധ്യായത്തിൽ മിക്ക ആളുകളും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുന്നു, പക്ഷേ വഴിയിൽ ഉപേക്ഷിക്കുന്നു. ആ സ്ഥലം ക്ഷമയോടെ കാത്തിരിക്കുന്നു. 1 മണിക്കൂറിന്റെ ആഘാതം ഉടനടി ദൃശ്യമല്ലെന്നും അതുകൊണ്ടാണ് മിക്ക ആളുകളും ആരംഭിച്ച് കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞാൽ നിർത്തുന്നത്. ഒന്നും മാറുന്നില്ലെന്ന് അവർക്ക് തോന്നുന്നു. എന്നാൽ സത്യം, മാറ്റം നിശബ്ദമായി സംഭവിക്കുന്നു എന്നതാണ്. അത് ദൃശ്യമാകുന്നതിന് മുമ്പ് അത് ആന്തരികമായി വളരുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിനായി നിങ്ങൾ എല്ലാ ദിവസവും 1 മണിക്കൂർ നീക്കിവെക്കുമ്പോൾ ഫലങ്ങൾ ആദ്യം ചെറുതാണ്,
എന്നാൽ ആ ചെറിയ ഫലങ്ങൾ കാലക്രമേണ കൂടിച്ചേരുന്നു. ഒരിക്കൽ അസാധ്യമെന്ന് തോന്നിയ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരുടെ വിജയം കണ്ടതിന് ശേഷം ആളുകൾ പലപ്പോഴും സ്വയം കുറച്ചു കാണുന്നു. എന്നാൽ ആ വിജയത്തിന് പിന്നിൽ മാസങ്ങളോ വർഷങ്ങളോ ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്യുന്ന ശാന്തവും സ്ഥിരവുമായ ജോലിയാണെന്ന് അവർ കാണുന്നില്ല. ക്ഷമ ഒരു ബലഹീനതയല്ല, മറിച്ചൊരു ശക്തിയാണ്. കാരണം എല്ലാ ദിവസവും ബഹളമുണ്ടാക്കാതെ പ്രവർത്തിക്കുന്ന വ്യക്തി ഒടുവിൽ മുന്നോട്ട് വരുന്നു. ഒരു വിത്ത് വിതച്ചതിന് ശേഷം ഉടൻ ഒരു മരമായി വളരാത്തതുപോലെ നിങ്ങളുടെ ഒരു മണിക്കൂർ ഉടനടി ഫലം കാണിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ദിവസവും നനയ്ക്കുന്നത് തുടർന്നാൽ ഒരു ദിവസം അതേ മരം നിങ്ങൾക്ക് തണലും ഫലവും നൽകും. ഈ അധ്യായത്തിന്റെ അവസാനം യഥാർത്ഥ മാറ്റം നിലനിൽക്കുന്നത് മാത്രമാണ്. ഒരു ദിവസം ഒരു മണിക്കൂർ മുതൽ വരുന്ന മാറ്റം സാവധാനം നിർമ്മിക്കപ്പെടുന്നു, പക്ഷേ ഒരിക്കലും തകരില്ല. ഈ ധാരണ നമ്മെ അവസാന അധ്യായത്തിലേക്ക് നയിക്കുന്നു. ഈ ഒരു മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നിങ്ങളുടെ ഐഡന്റിറ്റിയെ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അധ്യായം 1. ഒരു മണിക്കൂർ മുതൽ ഒരു പുതിയ ഐഡന്റിറ്റി വരെ. ഈ അവസാന അധ്യായത്തിൽ ഒരു മണിക്കൂർ വെറും സമയമല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വമായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നു. മാസങ്ങളും വർഷങ്ങളും നിങ്ങൾ എല്ലാ ദിവസവും ആ ഒരു മണിക്കൂർ വിശ്വസ്തയോടെ നീക്കിവെക്കുമ്പോൾ നിങ്ങൾ ഒരു ലക്ഷ്യം കൈവടിക്കുക മാത്രമല്ല, ഒരു പുതിയ വ്യക്തിയായി മാറുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചിന്താരീതി മാറുന്നു, നിങ്ങളുടെ തീരുമാനങ്ങൾ മാറുന്നു. ഏറ്റവും പ്രധാനമായി നിങ്ങളെ സ്വയം വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു. വിജയം വ്യക്തിയെ മാറ്റിമറിച്ചുവെന്ന് ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഒരു ദിവസം ഒരു മണിക്കൂർ വ്യക്തിയെ മാറ്റിമറിച്ചുവെന്നതാണ് സത്യം. അച്ചടക്കം, ക്ഷമ, സ്വയം വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള കഴിവ് എന്നിവ പഠിപ്പിച്ചത് ഈ മണിക്കൂറാണ്. കഠിനാധ്വാനിയും അച്ചടക്കവും സ്ഥിരോത്സാഹവുമുള്ള വ്യക്തിയായി നിങ്ങൾ സ്വയം സ്ഥാപിക്കുമ്പോൾ മറ്റ് ജീവിത തീരുമാനങ്ങൾ എളുപ്പമാകും. എന്തെങ്കിലും ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ ഇനി ചിന്തിക്കുന്നില്ല, മറിച്ച് അതെങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഒരു മണിക്കൂർ വിജയത്തിലേക്ക് നയിക്കുക മാത്രമല്ല, ഏത് സാഹചര്യത്തിലും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി നിങ്ങളെ മാറ്റുകയും ചെയ്യുന്നു. ഒരു ലളിതമായ ചോദ്യം: നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ലെങ്കിൽ എല്ലാ ദിവസവും ആ ഒരു മണിക്കൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി നീക്കി വയ്ക്കുന്നുണ്ടോ? ഉത്തരം ഈ ചോദ്യത്തിൽ തന്നെയുണ്ട്. അവസാനമായി, ഒരു വലിയ ദിവസം കൊണ്ടല്ല, മറിച്ച് നൂറുകണക്കിന് സാധാരണ ദിവസങ്ങൾ കൊണ്ടല്ല നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത്. അവിടെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ സമയത്തിന്റെ ഒരു മണിക്കൂർ ഒരു ബഹളമില്ലാതെ നൽകുന്നു. യഥാർത്ഥ സന്ദേശം ഇതാണ്: നിങ്ങൾ എല്ലാ ദിവസവും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു മണിക്കൂർ മതി. മികച്ച വിജയം നേടുന്നതിന് ദീർഘനേരം അല്ലെങ്കിൽ മാന്ത്രിക പാത ആവശ്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഠിനാധ്വാനവും ശ്രദ്ധയും ഉപയോഗിച്ച് ഒരു ദിവസം ഒരു മണിക്കൂർ മാത്രം ശരിയായ ദിശയിലേക്ക് സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും. സമയക്കുറവ് ഒരു ഉറപ്പും നൽകുന്നില്ല. ഇതൊരു ഒഴിക്കഴിവല്ല, മറിച്ച് നമ്മുടെ മുൻഗണനകളുടെ പ്രതിഫലനമാണ്. ഓരോ വലിയ മാറ്റവും ചെറുതും സ്ഥിരവുമായ ചുവടുവെപ്പുകളിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ചോദ്യം നിങ്ങളോടാണ്: ഒരു ദിവസത്തിലെ ഒരു മണിക്കൂർ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? ഓർക്കുക, ഇന്നു മുതൽ നിങ്ങളുടെ ഒരു മണിക്കൂർ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാകുമെന്ന് തെളിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുകയും ഇതുപോലുള്ള കൂടുതൽ പോസിറ്റീവായ വീഡിയോ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകളുടെ തൽക്ഷണ അറിയിപ്പുകൾ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി. ഓർമ്മിക്കുക, ഒരു ദിവസത്തിലെ ഒരു മണിക്കൂർ നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിക്കും.